പക്ഷേ അവിടെ വലിയ നിയന്ത്രണങ്ങൾ ഇസ്രായേൽ വരുത്തിയിട്ടുണ്ട്. ആരും തന്നെ ആഘോഷങ്ങളിലേക്ക് പോകരുത്, ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തരുത്, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കരുത് എന്നതടക്കമുള്ള വലിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇന്ന് പലസ്തീനി ബന്ദികൾ എത്തുന്ന വീട്ടുകാർക്കെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും അവരെ വീട്ടിൽ പോയി നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ഏതെങ്കിലും ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി. പക്ഷേ പലയിടത്തും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുമുള്ള ആവേശം നമ്മൾ റാമല്ലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, അതിലേക്ക് നെതന്യാഹു കടക്കുന്നത് നമ്മൾ ഇല്ലെങ്കിൽ ആ ചർച്ചകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും ചർച്ചയാകപ്പെടുക എന്നുള്ളതുണ്ട്. മാത്രവുമല്ല ഇതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ കൂടി അഭിപ്രായം ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കും അവർ, പക്ഷേ മോദി ഇതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും മന്ത്രിയെ വിടുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ്. അപ്പോൾ അവസാനമായിട്ടുള്ള ക്ഷണം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളെങ്കിൽ പോലും ഈ ചർച്ചയിൽ അതിൽ എത്രത്തോളം അതായത് ഹമാസിന്റെ വിഷയത്തിൽ എത്രത്തോളം നിലപാടുകൾ രാജ്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ്. നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തൊരു അജണ്ടയായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിലേക്ക് ഏറ്റവും പ്രധാനമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് ആണ്. അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ സൈനികരെ ഗസയിൽ ഇറക്കുക എന്നുള്ളതാണ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ഒരു പദ്ധതി. ആ പദ്ധതിക്ക് ഇന്ന് ഏതൊക്കെ രാജ്യങ്ങൾ മോളും അതിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഹമാസിന്റെ തുടർ ഭരണം അതില്ലാതെയാക്കാനും അവരെ നിരായുധീകരിക്കപ്പെടാനും ഈ ആശയങ്ങൾ ആരൊക്കെ മുന്നോട്ട് വെക്കും എന്നതെല്ലാം പ്രധാനമാണ്. അതിനുശേഷമായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുക. ഷർമ-ഷെയ്ഖിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ദോഹ കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ പാരീസ് കേന്ദ്രീകരിച്ചും വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ചും ഒക്കെ ചർച്ചകൾ നടക്കാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇന്നത്തെ സമ്മേളനം വളരെ പ്രധാനമായിരിക്കും. ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെയും മറുഭാഗത്ത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെയും നിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാന പ്രഖ്യാപനം, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ കൈകോർക്കാൻ വേണ്ടി ഈജിപ്തിന്റെയും ഖത്തറിന്റെയും തുർക്കിയുടെയും എല്ലാം നേതാക്കൾ ഉണ്ടാവും. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അത് മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത്, ഈ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസിന്റെ താവളം തകർക്കാൻ വേണ്ടി സൈന്യത്തിന് നിർദ്ദേശം നൽകി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതുകൂടി കാണേണ്ടതില്ലേ? തീർച്ചയായും ഇന്ന് ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ ഒരർത്ഥത്തിലും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. കാരണം പിന്നീട് ഇസ്രായേലുമായി സംസാരിക്കേണ്ട ആവശ്യമില്ല, ആശയവിനിമയത്തിന്റെ സാധ്യതയില്ല. അവരെ ഭീകരവാദികളായി മുദ്രകുത്തി എല്ലാവരെയും കൊന്നുകളയുക, ഹമാസിന്റെ മുഴുവൻ കേന്ദ്രങ്ങളെയും ഇല്ലാതെയാക്കുക, ഹമാസിനെ പൂർണ്ണമായും കൊന്നൊടുക്കുക, ഇതൊക്കെയാണ് നിലവിൽ ഇസ്രായേൽ പദ്ധതിയായി കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനെ ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുമോ? വളരെ പെട്ടെന്ന് അത്തരം ഒരു നടപടിയിലേക്ക് പോകാൻ ഇനിയും ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പോകുമോ എന്നതൊക്കെ നമുക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഹമാസിന്റെ തുരങ്ക ശൃംഖല തകർക്കുക എന്നുള്ളതാണ് ഹമാസിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പലതരത്തിൽ കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള പല പദ്ധതികളും ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായിരുന്നു വലിയ വാട്ടർ പൈപ്പുകൾ സജ്ജീകരിച്ചുകൊണ്ട് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ തുരങ്ക ശൃംഖലകളിലേക്ക് അടിച്ചു കയറ്റുക എന്നടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ തന്ത്രം അവർ പയറ്റി നോക്കിയത്. പക്ഷേ അതായത് ഈ ഹമാസിന്റെ നിരായുധീകരണം എന്ന് ഇവർ പറയുന്നത്, അതായത് അതിന്റെ ഒരു പ്രാഥമിക അർത്ഥം തന്നെ ഈ തുരങ്കം പൊളിക്കൽ തന്നെയാണ് അല്ലേ? തീർച്ചയായും അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വെള്ളം അടിച്ചു കയറ്റി ഇതിന്റെ ഉള്ളിലുള്ള ആളുകളെ പുറത്ത് ചാടിക്കുക, ഇതായിരുന്നു അവസാനത്തെ പദ്ധതി. പക്ഷെ നമ്മൾ കണ്ടത് അതിൽ ചില ബന്ദികൾ കൊല്ലപ്പെടുന്നതാണ്. അപ്പോൾ ബന്ദികൾ പുറത്തെത്തിക്കാതെ ഒരിക്കലും ഈ തുരങ്ക ശൃംഖലകളെ തകർക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിയിരുന്നു. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിജീവന രംഗത്ത് വലിയ ശേഷിയുള്ള ആളുകളാണ്. ഇത്തരമൊരു പദ്ധതി അവർ ആരംഭിക്കും എന്ന് ഹമാസിനും മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതുകൊണ്ട് അതിലേക്കൊക്കെ എങ്ങനെയായിരിക്കും കടക്കുന്നത് ഇസ്രായേൽ എന്നുള്ളത് കണ്ടറിയണം.